ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഓണവും കഴിഞ്ഞ് കന്നി അഞ്ചും എല്ലാം കഴിഞ്ഞ ശേഷമാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. വേറെ ഒന്നല്ല, കുറച്ച് തിരക്കും കാര്യമൊക്കെ ആയിപ്പോയി. ഞാൻ മെഡിക്കൽ കോഡിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ജോലിയൊക്കെ റെഡിയായി മെഡിക്കൽ കോഡറായിട്ട്. അപ്പോൾ അങ്ങനെ റീലൊക്കേറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആകെ തിരക്കായിരുന്നു. അപ്പം ഇപ്പോഴൊന്ന് ഫ്രീ ആയപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എഡിറ്റ് ചെയ്തിടുവാണ്. ഇടണ്ട എന്ന് കരുതിയതാണ്, പക്ഷേ എന്തോ ഓണത്തിൻ്റെ വീഡിയോ അല്ലേ, എല്ലാവരും ഉള്ള ഫാമിലിയൊക്കെ ആയിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പം എനിക്കെന്തോ അങ്ങോട്ട് ഇടാണ്ടിരിക്കാൻ തോന്നിയില്ല, മനസ്സ് വന്നില്ല. പിന്നെ ഇടണ്ടെന്നൊക്കെ കരുതിയതാണ്. പിന്നെ അതുപോലെ തന്നെ വീഡിയോ എടുക്കാനും വലിയ മൂഡൊന്നും ഇല്ലായിരുന്നു. കാരണം ഇങ്ങനെ നമ്മൾ മാറുമല്ലേ, ഇത്രയും 4 വർഷം കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഒന്നിച്ച് കുഞ്ഞായി, പിന്നെ അങ്ങനെ മാറി നിന്നിട്ടില്ലല്ലോ. ഡെലിവറി ടൈമിലുള്ള മാറി നിൽക്കുന്നത് അല്ലാണ്ട് ഇങ്ങനെ കാണാണ്ടിങ്ങനെ മാറി നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആകെ ഒരു ശോകമായിരുന്നു. തിരിച്ചു പോകണം, ഞാൻ ജോലിക്ക് കയറണം, അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡിൽ. അതുകൊണ്ട് വീഡിയോ എടുക്കണ്ട എന്നൊക്കെ കരുതിയതാ. പക്ഷേ എല്ലാവരും പറഞ്ഞു വീഡിയോ എടുക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എടുത്ത വീഡിയോ ആണിത്. അതുകൊണ്ട് കുറച്ച് പോർഷൻസ് ഒന്നും, അതായത് നമ്മൾ തിരുവോണത്തിൻ്റെ അന്ന് വലിയ നമുക്ക് ആഘോഷമൊന്നും ഇല്ലായിരുന്നു. വലിയ ആഘോഷം മീൻസ് തലേന്ന് ഉത്രാടത്തിന് നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു. പിറ്റേ ദിവസം തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ നമ്മൾ ചെട്ടുളങ്ങര അമ്പലത്തിൽ പോയിട്ട് ഇറങ്ങിയപ്പം നല്ല മഴയായിരുന്നു. പെട്ടെന്ന് എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര മഴ, നിന്ന് നിപ്പിലായിരുന്നു മഴ. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ വീട്ടിൽ വന്നപ്പോൾ നമ്മൾ സദ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർഡർ ചെയ്തു. ഞങ്ങൾ 2 പേരല്ല ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും വെച്ചില്ല. പിന്നെ വീട്ടിലോട്ട് അന്ന് തന്നെ പോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സദ്യ ഓർഡർ കൊടുത്തേക്കുമായിരുന്നു. എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. എന്താ പറയുന്നത്, പച്ചടികൾ, തോരൻ, അവിയൽ, എല്ലാ ഐറ്റംസും, അച്ചാറുകൾ, പിന്നെന്താ കൂട്ടുകറി, അങ്ങനെ കുറേ നമ്മൾ നോർമൽ നമ്മുടെ ഈ ഒരു ഏരിയ ഇല്ലാത്ത സദ്യയുടെ ഐറ്റംസ് കൂടുതൽ കറികളും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു, നല്ല അടിപൊളി ഊണായിരുന്നേ. അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അന്ന് തന്നെ വൈകിട്ട് എൻ്റെ വീട്ടിലോട്ട് അങ്ങ് പോയി. നമ്മളിവിടെ അടച്ചിട്ടേക്കുവാണ് വിനുവേട്ടൻ്റെ അവിടെ. പിന്നെ അവിടെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ദിവസം അവിട്ടത്തിൻ്റെ കാര്യങ്ങളാണ്, അവിടെ ചെന്നിട്ടുള്ള പരിപാടികൾ. അന്ന് വീട്ടിലോട്ട് പോകുന്ന വീഡിയോയും കാര്യമൊന്നും ഞാൻ എടുത്തില്ല. പറഞ്ഞത് മൊത്തത്തിൽ തിരുവോണത്തിൻ്റെ അന്ന് ഉച്ചക്കത്തെ ഊണ് കഴിഞ്ഞപ്പോഴേ മൈൻഡ് ഫുള്ളങ്ങ് ഒരു മടി പിടിച്ച പോലെ ആയിപ്പോയി. അങ്ങനെ എന്തായാലും പപ്പടവും പരിപ്പൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ച് ഇത് അടുത്ത ദിവസമാണ്. അടുത്ത ദിവസം ഉച്ചയാവാറായി. അപ്പോഴാണ് ഉച്ചയ്ക്ക് ഇവരെല്ലാവരും വന്ന് കുറേ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. എന്താ പറയുന്നത്, അച്ഛൻ്റെ ഫാമിലിയും അമ്മയുടെ ഫാമിലിയും എല്ലാവരും കൂടി ഓണത്തിന് കൂടുന്ന ഒരു ദിവസമാണ്. അവിട്ടത്തിൻ്റെ അന്നാണ് നമ്മുടെ വീട്ടിലാണ് കൂടുന്നത്. നേരത്തെ എല്ലാവരും വരുമായിരുന്നു, ഒരാൾ പോലും മിസ്സാവാണ്ട് എല്ലാവരും ഫാമിലി മെമ്പേഴ്സും എല്ലാവരും വരുമായിരുന്നു. ഇപ്പോൾ എല്ലാവരും കല്യാണം കഴിച്ച് പോയി. അപ്പോൾ അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് പോക്ക്. ഇപ്പം അതുകൊണ്ട് കംപ്ലീറ്റ് ആളുകളില്ല, കുറച്ച് പേര്. അതുകൊണ്ട് ഓണം എന്ന് പറയുമ്പോൾ തിരുവോണത്തേക്കാൾ മുഖ്യമായിരുന്നു അവിട്ടമായിരുന്നു എനിക്ക് ഏറ്റവും ഫേവറേറ്റ്. ഇപ്പോഴും അതുപോലെ തന്നെ ഓഫീസിൽ ഞാൻ അവിട്ടത്തിന് ലീവ് കിട്ടുമോ എന്നായിരുന്നു ചോദിച്ചത്. എന്നുവെച്ചാൽ അത്ര ഇൻട്രസ്റ്റും അതുപോലെ തന്നെ താല്പര്യവും അവിട്ടത്തിനാണ്. എല്ലാവരും ഫാമിലി എല്ലാവരും കൂടി കാര്യം പറച്ചിൽ, ഓരോ പരിപാടികൾ, പിന്നെ കളികൾ, അങ്ങനെ കാര്യങ്ങളൊന്നും കാണത്തില്ലായിരിക്കും. എന്നാലും ഒരു എൻജോയ്മെൻ്റ് ആണല്ലോ. അതുപോലെ തന്നെ നേരത്തെയൊക്കെ ഞങ്ങൾക്ക് ക്ലബ്ബ് ഉണ്ടായിരുന്നു. അവിടെ 2 ക്ലബ്ബ് ഉണ്ടായിരുന്നു. അപ്പം ക്ലബ്ബിൽ പരിപാടി, ഓണപ്പരിപാടികൾ, കാര്യങ്ങൾ, ഫുഡ് കഴിക്കാൻ നേരെ ഓണപ്പരിപാടിക്ക് കാര്യങ്ങൾക്ക്. അത് കൂടുതൽ അവിട്ടം കഴിയുമ്പോഴായിരിക്കും, അവിട്ടത്തിൻ്റെ അന്നും അടുത്ത ദിവസമൊക്കെ ആയിട്ടായിരിക്കും ഓണത്തിൻ്റെ ഈ ക്ലബ്ബിൽ പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിന് പാട്ടും ബഹളവും നല്ല വൈബായിരുന്നു. ആ ഒരു സമയം അത് വേറൊരു രസമായിരുന്നു. ഇപ്പോൾ പക്ഷേ ഓണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നോർമലി സദ്യ കഴിക്കുക, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല നേരത്തെ അപേക്ഷിച്ച് നോക്കുമ്പം. എനിക്കിപ്പോഴും ഇൻട്രസ്റ്റ് എൻ്റെ നേരത്തെ എൻ്റെ കൊച്ചിലത്തെ ആ ഒരു ഓണമായിരുന്നേ. ഞങ്ങൾ ഇവിടെ അതായത് നമ്മളിപ്പോൾ താമസിക്കുന്നത് അവിടെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവിടെ ക്ലബ്ബുകളുണ്ട്, 2 ക്ലബ്ബുണ്ട്. അപ്പോൾ ഒരു ദിവസം 2 ദിവസം ഇവിടെയാണെങ്കിൽ അടുത്ത 2 ദിവസം അവിടെ ആയിരിക്കും ക്ലബ്ബിൽ പരിപാടി. ഇപ്പോൾ ക്ലബ്ബിൽ പോക്ക് കാര്യങ്ങൾ, അതൊരു വേറെ വൈബും വേറൊരു മൂഡുമാണ്. അതിപ്പോഴും അനുഭവിക്കുന്നവർക്ക് അറിയാം ആ ഒരു വൈബ്, ക്ലബ്ബിലെ പരിപാടിയും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഓണാഘോഷം എന്ന് പറയുന്നത് വേറൊരു ലെവലാണ് ആ ഒരു കാര്യമൊക്കെ ഉള്ളപ്പോഴാണ്. ഇപ്പോൾ അതൊന്നും ഇല്ല, ക്ലബ്ബിലെ പരിപാടികളൊക്കെ നിന്നു. ഇപ്പോൾ ക്ലബ്ബിലെ പരിപാടി മാറിയിട്ടാണ് നമ്മൾ അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടത്തില്ലേ, അപ്പം അത് ആണിപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട്. പിന്നെന്താ,
ഇങ്ങനെ എല്ലാവരും ഫുഡ് കഴിപ്പും കാര്യമൊക്കെ കഴിഞ്ഞില്ലേ ഈ ആളിനെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇപ്പോൾ ഒന്നിച്ചാണ് സ്റ്റേയും കാര്യമൊക്കെ. ഇനിയിപ്പം എന്താ പറയുന്നത്, ഞാൻ ഒരു വീഡിയോ ഇതിൻ്റെ ആയിട്ട് ഇടുന്നുണ്ട്. അടുത്ത വീഡിയോ അതായിരിക്കും മിക്കവാറും വരുന്നത്. ഞാൻ റീലൊക്കേറ്റിംഗ് ടു കൊച്ചിയാണ്, ആ ഒരു വ്ലോഗായിരിക്കും മിക്കവാറും വരുന്നത്. അപ്പം പിന്നെ എല്ലാവരും കഴിഞ്ഞു. പിന്നെ ഞാനും ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. നമുക്ക് സദ്യക്ക് പ്യുവർ വെജ് എന്ന് പറയാനായിട്ട് വരത്തില്ല. നോൺ വെജും ഉണ്ടായിരുന്നു, മീൻ കറി ഉണ്ടായിരുന്നു, മീൻ വറുത്ത ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ഇങ്ങനെ അടിപൊളി ഒരു ഊണൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മൈൻഡ് ഫുൾ ഔട്ടായി, പോകാറുള്ള ടൈമായി. എനിക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പോകണമായിരുന്നു, തിരിച്ച് കൊച്ചിയിലോട്ട് വരണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു സങ്കടവും കാര്യവും മൊത്തത്തിൽ ഒരു മൂഡൊക്കെ അങ്ങ് ഔട്ടായി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ പടക്കം പൊട്ടിയിലും പടക്കം പൊട്ടിയെന്ന് വെച്ചാൽ ഇവിടെ പിള്ളേർക്കൊക്കെ പടക്കം പൊട്ടിക്കാൻ ഭയങ്കര പേടിയാണ്. മീനുട്ടിക്കും പേടിയാണ്, അഹാനും പേടിയാണ്. അതുകൊണ്ട് പടക്കമൊന്നും വാങ്ങിയില്ല. പക്ഷേ പൊട്ടാസ് 3 എണ്ണത്തിനും ഇഷ്ടമാണ്. സായിക്കും ഇഷ്ടമാണ്, മീനുട്ടിക്കും ഇഷ്ടമാണ്, കുഞ്ഞായിക്കും പൊട്ടാസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം 3 പേരോട് ഇവിടെ അടിയായിരുന്നു പൊട്ടാസിന്. അങ്ങനെ ഇതും നമ്മുടെ ഒരു നൊസ്റ്റു ഉള്ളൊരു സംഭവമാണല്ലോ പൊട്ടാസ്. പണ്ട് ഇഷ്ടംപോലെ ഓണമാകുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇട്ട് പൊട്ടിക്കുമായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ പൊട്ടാത്തപ്പോൾ നമ്മളിങ്ങനെ മുകളിൽ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കും. പിന്നെ അല്ലെങ്കിൽ കല്ല് വെച്ചിട്ട് ഇടിച്ച് പൊട്ടിക്കുക. അങ്ങനെയൊക്കെ കുറേ നൊസ്റ്റു ഉള്ളൊരു ഐറ്റമാണ് തോക്കും പൊട്ടാസും ഒക്കെ. ഓണ സമയമാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു കാര്യങ്ങളാണല്ലോ കൂടുതലും. വള, മാല, കമ്മൽ ഇതൊക്കെ വാങ്ങിക്കുന്ന കൂട്ടത്തിൽ മെയിനുള്ളൊരു സംഭവമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിരുന്നു തോക്കും പൊട്ടാസും. ഇപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് അത് ഭയങ്കര ഒരു നൊസ്റ്റുമാണ്. എത്ര പേർക്കത് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങനെ പിള്ളേർ പിന്നെ അവരുടെ കളിയും കാര്യങ്ങളും ഓരോ പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കുന്ന പരിപാടിയിലോട്ട് കടന്നു. പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര ഫോട്ടോ എടുപ്പും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മൂമ്മയും എല്ലാവരുമായിട്ട് നിർത്തി ഫോട്ടോ എടുപ്പും പിന്നെ ഞങ്ങളും ഫോട്ടോ എടുപ്പും കാര്യങ്ങളും പരിപാടിയൊക്കെ തുടങ്ങി. പിള്ളേരെ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ലല്ലോ. മീനുട്ടി, അഹാനി, സായി അവർ 3 പേരെയും കൂടെ പിടിച്ച് നിർത്താൻ പെട്ട പാട്. അങ്ങനെ നിൽക്കാൻ പറഞ്ഞാൽ അങ്ങനെ നിൽക്കത്തില്ല, ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കത്തില്ല. ആകെ ഒരു ഇതായിരുന്നു. ടാറ്റാ അമ്മ സർപ്രൈസായിട്ട് വരും ഇല്ലയോ മീനുട്ടി? മീനുട്ടി ഇത് 20 കൊടുത്താ അപ്പോൾ അവനിക്ക് 50 ആവും, 150 ആവും. മീനുട്ടിക്ക് ജ്യൂസ് മേടിച്ചു കൊടുക്കണേ. പോവാണ് ചെല്ലു കേട്ടോ. ടാറ്റാ ബൈ. പോയിട്ട് വരാമേ. മീനുട്ടിക്ക് മിന്നുട്ടിനൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞ് ഞാൻ നേരത്തെ ഇങ്ങനെ ഇറങ്ങി. കാരണം എന്ന് വെച്ചാൽ മീനുട്ടി കരയാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് മീനുട്ടിയും കൊണ്ട് കറങ്ങാനായിട്ട് മിന്നുട്ടൻ കൊണ്ടുപോയി. പിന്നെ എല്ലാവർക്കും ഓക്കെ ബൈ ഒക്കെ പറഞ്ഞ് കയറി നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അപ്പോൾ ഇതായിരുന്നു ഒരു തിരുവോണവും അവിട്ടവും ഈ വർഷത്തെ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ ടാറ്റ ബൈ.